നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR Gold and Diamonds, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ജില്ലയിൽ നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ട്. കനത്ത മഴയിൽ ആമ്പല്ലൂരിൽ വർക്ക്ഷോപ്പിന്റെ ചുമരുകൾ ഇടിഞ്ഞു വീണു. ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിൽ കലുങ്ക് അപകടാവസ്ഥയിൽ. കലുങ്കിന്റെ അടിഭാഗം ഇടിഞ്ഞ് റോഡിൽ രൂപപ്പെട്ട വിള്ളൽ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. കുരുക്കഴിയാതെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ പാലക്കൽ ജംഗ്ഷൻ. ഗതാഗത നിയന്ത്രണങ്ങൾ മറികടന്നെത്തുന്ന വാഹനങ്ങൾ കുരുക്കുമുറുക്കുമ്പോൾ പോലീസും നിസ്സഹായരാണ്. മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന് വിട. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെ 2 പേരാണ് ഇവിടെ മരിച്ചത്. ജംഗ്ഷനിൽ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. സർക്കാർ തലത്തിലെ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം തുടർന്ന തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാർ. സമരം ഒത്തുതീർപ്പാക്കാൻ അടുത്ത ആഴ്ച വീണ്ടും ചർച്ച നടത്തും. ലോകകപ്പിൽ ബോസ്നിയയെ പരാജയപ്പെടുത്തി ആതിഥേയരായ USA പ്രീ ക്വാർട്ടറിൽ കടന്നു. സെനഗലിനെതിരെ അവസാന നിമിഷത്തിലെ നാടകീയ ജയത്തോടെ ബെൽജിയവും പ്രീ ക്വാർട്ടർ യോഗ്യത നേടി. നോക്കൌട്ട് പോരാട്ടത്തിൽ രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാളെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ജില്ലയിൽ നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സീസണിലെ ആദ്യ ന്യൂനമർദ്ദമാണ് ഒഡീഷ പശ്ചിമബംഗാൾ തീരത്ത് രൂപപ്പെട്ടത്. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി ജൂലൈ 6 വരെ മഴ ശക്തിപ്പെടും. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കനത്ത മഴയിൽ ആമ്പല്ലൂരിൽ വർക്ക്ഷോപ്പിന്റെ ചുമരുകൾ ഇടിഞ്ഞ് റോഡിലേക്ക് വീണു. തലനാരിഴയ്ക്കാണ് അപകടമൊഴിവായത്. വില്ലേജ് കോട്ട് റോഡിലാണ് സംഭവം. വെണ്ടോർ സ്വദേശി കൊടക്കാടൻ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള പെയിന്റിംഗ് വർക്ക്ഷോപ്പിന്റെ ചുമരുകളാണ് മഴയിൽ ഇടിഞ്ഞു വീണത്. അപകടത്തിന് തൊട്ടു മുൻപാണ് സ്കൂൾ ബസും കാറും ഇതിനു മുന്നിലൂടെ കടന്നുപോയത്. 7 മാസമായി പ്രവർത്തിക്കാതെ കിടന്നിരുന്ന വർക്ക്ഷോപ്പാണ് തകർന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിൽ കലുങ്ക് അപകടാവസ്ഥയിൽ. കലുങ്കിന്റെ അടിഭാഗം വലിയ തോതിൽ ഇടിഞ്ഞ് റോഡിൽ രൂപപ്പെട്ട വിള്ളൽ വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മുതുവട്ടൂരിനെയും കാവീടിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണിത്. കലുങ്ക് നിർമ്മാണ വേളയിൽ കോൺക്രീറ്റ് സ്ലാബുകൾ കനം കുറച്ച് നിർമ്മിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്ലാബിനടിയിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയതോടെ വലിയ ഗർത്തമാണ് കലുങ്കിന് താഴെ രൂപപ്പെട്ടിരിക്കുന്നത്. റോഡും കലുങ്കിന്റെ സ്ലാബും ചേരുന്ന ഭാഗത്ത് വിള്ളൽ കൂടുതൽ ഗുരുതരമാണ്. സ്കൂൾ വാഹനങ്ങളും ടിപ്പർ ലോറികളും അടക്കം 100 കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി ഇതിലൂടെ കടന്നുപോകുന്നുണ്ട്. സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരം സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഏതു നിമിഷവും റോഡിടിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. താമരൂര് കാവീട് മുതുട്ടൂർ റോഡിന്റെ ഹരിദാസ് നഗറിലുള്ള ഈ പാലത്തിങ് വർക്ക്ഷോപ്പിന്റെ മുന്നിലുള്ള ഈ കൽവർട്ട് ഇത് 4 ദിവസമായി ഇത് ഈ നിലയ്ക്ക് കിടക്കുന്നു. ഇത്രയും ബസ്സുകളും സ്കൂൾ കുട്ടികളുടെ ബസ്സുകൾ, അതുപോലെ ട്രാവലർ, അങ്ങനെ ഒരുപാട് സൈക്കിളുമ്മ പോകുന്ന വിദ്യാർത്ഥികളും ടിപ്പർ ലോറികളും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ഇതിന്റെ അടിയിൽ വലിയ 2-3 ആൾക്ക് നിൽക്കാനുള്ള ഒരു ഗുഹയാണ് ഇപ്പൊ ഉണ്ടായി നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് PWD അത് നേരേക്ക് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് മുന്നറിയിപ്പിനായി നാട്ടുകാർ കല്ലുകളും മരക്കൊമ്പുകളും നിരത്തിവെച്ച് റിബൺ കെട്ടിയിരിക്കുകയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. കുരുക്കഴിയാതെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ പാലക്കൽ ജംഗ്ഷൻ. ഗതാഗത നിയന്ത്രണങ്ങൾ മറികടന്നെത്തുന്ന വാഹനങ്ങൾ കുരുക്കുമുറുക്കുമ്പോൾ പോലീസും നിസ്സഹായരാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പാലക്കലിലെ ഗതാഗത കുരുക്കാണ് ഈ കാണുന്നത്. കിലോമീറ്ററുകളോളം നീളുന്ന രീതിയിൽ കുരുക്ക് മുറുകുന്നു. 2 ആഴ്ച മുമ്പ് ആരംഭിച്ച റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കുരുക്കിന് കാരണം. അത് മാത്രമല്ല, കുരുക്ക് ഉണ്ടായപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഗതാഗത നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് വാഹനങ്ങൾ മറികടന്ന് വരുന്നത്
കുരുക്ക് രൂക്ഷമാകാൻ കാരണമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന പോലീസിനും ഇത് കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ തന്നെ അഭിമാനകരമായ ഒരു റോഡാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡ്. 30 കിലോമീറ്ററിലധികം ദൂരം ബാംഗ്ലൂരിലേത് രീതിയിൽ സംസ്ഥാനത്ത് തന്നെ വിരലെണ്ണാവുന്ന റോഡുകൾ മാത്രമാണ് ഈ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മുഴുവനായും കോൺക്രീറ്റിങ്ങിൽ നിർമ്മിക്കുന്ന ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ ഈ മഴക്കാലത്ത് 1/2 കിലോമീറ്ററോളം ദൂരം റോഡ് പാതി പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ കുരുക്ക് രൂക്ഷമായി. അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ കുരുക്കിൽപ്പെടുന്നത് പതിവാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഓരോ വരിയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ എന്ന് പറയുമ്പോഴും പോലീസിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വാഹനങ്ങൾ മറികടന്നു വരുന്നു. വരിയിൽ വരാതെ മറികടന്നു വരുന്ന വാഹനങ്ങൾ ഈ കുരുക്ക് രൂക്ഷമാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ പോലീസ് നിർദ്ദേശിക്കുന്ന ഗതാഗത നിയന്ത്രണങ്ങൾ അനുസരിച്ചാൽ തന്നെ പാലക്കലിൽ ഒരു പരിധിവരെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാകും. എന്നാൽ ഇതൊന്നും പാലിക്കാതെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തള്ളിക്കയറി വരുമ്പോഴുണ്ടാകുന്ന കുരുക്കാണ് പാലക്കലിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. അന്തരിച്ച മുൻ MLA PA മാധവന്റെ ഭൗതിക ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. പാറമേക്കാവ് ശാന്തിഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ഉച്ചയ്ക്ക് 12:30 വരെ മുണ്ടൂരിലെ വസതിയിൽ നടന്ന പൊതുദർശനത്തിലും സംസ്കാര ചടങ്ങുകളിലുമായി നിരവധി നേതാക്കൾ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി ജില്ലാ കളക്ടർ റീത്ത് സമർപ്പിച്ചു. മന്ത്രി OJ ജനീഷ്, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജൻ ജെ പല്ലൻ MLA, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ബെന്നി ബെഹനാൻ, PC ചാക്കോ, VM സുധീരൻ, VC കബീർ, KC ജോസഫ്, PP സജീന്ദ്രൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റുമാർ, KPCC DCC ഭാരവാഹികൾ തുടങ്ങിയവർ അന്ത്യകർമ്മങ്ങളിൽ സാക്ഷ്യം വഹിക്കാനെത്തി. വൈകിട്ട് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന സർവകക്ഷി അനുശോചന യോഗം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെ 2 പേരാണ് ഇവിടെ മരിച്ചത്. ജംഗ്ഷനിൽ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂർ കടവല്ലൂർ റോഡ് നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി 2 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കപ്പെട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ്, മുന്നറിയിപ്പ് ബോർഡുകൾ, വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ, CCTV ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനപാതയും ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന അക്കിക്കാവ് ജംഗ്ഷൻ പ്രദേശത്തെ ഏറ്റവും തിരക്കേറിയ കേന്ദ്രങ്ങളിലൊന്നാണ്. സമീപത്തെ ക്ഷേത്രം, ഡെന്റൽ എഞ്ചിനീയറിംഗ്, B.Ed കോളേജുകൾ എന്നിവിടങ്ങളിലേക്കായി ദിവസേന 100 കണക്കിന് വിദ്യാർത്ഥികളും ജീവനക്കാരും ആരാധനാലയങ്ങളിലേക്കുള്ള നിരവധി ഭക്തജനങ്ങളും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തു നിന്നെത്തുന്ന വാഹനങ്ങൾ അക്കിക്കാവ് ഹൈസ്കൂളിന് സമീപത്തെ ഇറക്കത്തു നിന്നും അതിവേഗത്തിലെത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതുമൂലം ജംഗ്ഷനിൽ വേഗനിയന്ത്രണ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും അടിയന്തരമായി സ്ഥാപിക്കേണ്ട സാഹചര്യമാണുള്ളത്. TCV ന്യൂസ്, കുന്നംകുളം. സർക്കാർ തലത്തിലെ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം തുടർന്ന തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാർ. സർക്കാർ ഉത്തരവിറക്കാതെ 1 രൂപ പോലും കൂട്ടി നൽകില്ലെന്ന നിലപാടിലാണ് ആശുപത്രി മാനേജ്മെന്റുകൾ. ഇതോടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. വീണ്ടും ചർച്ച വിളിച്ച് സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തുമെന്നും തൊഴിൽ ആരോഗ്യമന്ത്രിമാർ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം നീതി ലഭിക്കും വരെ ശക്തമായ സമരം തുടരുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് UNA. KPCC പ്രസിഡന്റായി മാത്യു കുഴൽനാടനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ നഗരത്തിൽ ഫ്ലക്സ് ബോർഡ്. DCC ഓഫീസിന് സമീപമാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. EDയെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ച സംഭവത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയ സർക്കാർ തീരുമാനം പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ സ്വതന്ത്ര പ്രവർത്തനത്തിന് തടസ്സമാകുന്ന നടപടിയാണെന്ന് മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് KN പ്രഭു തൃശൂരിൽ പറഞ്ഞു. പ്രോസിക്യൂട്ടറുടെ കടമ വാദിക്ക് അനുകൂലമായ കേസ് ജയിപ്പിക്കുക മാത്രമല്ല, പ്രതിക്ക് ലഭിക്കേണ്ട നിയമപരമായ ആനുകൂല്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ബാധ്യതയും പ്രോസിക്യൂട്ടർക്കുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിയുടെയോ പ്രതിയുടെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിൽക്കേണ്ട ആളല്ല. നിഷ്പക്ഷമായ നിയമം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉദ്യോഗസ്ഥനാണെന്നും അഡ്വക്കേറ്റ് KN പ്രഭു പറഞ്ഞു.
ലഹരിക്കെതിരായ സംവിധാനം പരാജയപ്പെട്ടെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല. കേന്ദ്രത്തിന്റെ മൂലാധിഷ്ഠിത വിദ്യാഭ്യാസത്തോട് കേരളം പുറംതിരിഞ്ഞു നിന്നതിന്റെ ഭവിഷ്യത്താണ് കുട്ടികൾ അനുഭവിക്കുന്നതെന്നും ശശികല തൃശൂരിൽ പറഞ്ഞു. ലഹരിക്കെതിരെ വനിതാ മുന്നേറ്റം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മഹിളാ ഐക്യവേദി അയ്യന്തോൾ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കേവലം മാധ്യമ വാർത്തകൾക്കും രാഷ്ട്രീയവൽക്കരണത്തിനുമപ്പുറം ഈ പദ്ധതിയിൽ ആത്മാർത്ഥതയില്ലെന്നും ശശികല ആരോപിച്ചു. അതിന്റെ ഉദ്ദേശശുദ്ധിയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതേ ആഭ്യന്തരമന്ത്രി ഇതിനു മുൻപ് അതേ കസേരയിൽ ഇരുന്ന സമയത്ത് വീറോടെ വാശിയോടെ നടത്തിയ മറ്റൊരു ഓപ്പറേഷൻ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാ എന്നെനിക്ക് തോന്നുന്നു. അത് ഓപ്പറേഷൻ കുബേരയാണ്. ബ്ലേഡ് മാഫിയകൾക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ കുബേര. അമ്മമാരാണല്ലോ ഈ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടില് ബ്ലേഡ് അവിടെ പോയി? ബ്ലേഡിന്റെ മൂർച്ച കുറഞ്ഞോ? ആരെങ്കിലും അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടുവോ? ഇത്തിരി ആവേശമൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ നടത്തി പത്രമാധ്യമങ്ങളിൽ നേതാക്കൾക്ക് തങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് തങ്ങളുടെ വിജയഗാഥ രചിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ നടത്തിയ നടപടികൾ ഇന്നതാണ് എന്ന് പറയാൻ സഹായിക്കുന്ന ഓപ്പറേഷനുകളല്ല സത്യം പറഞ്ഞാൽ ഈ നാട് ആഗ്രഹിക്കുന്നത്. അതിനല്ല ഈ നാടിന് അർഹതയുള്ളത്. യോഗക്ഷേമ സഭാ സംസ്ഥാന ട്രഷറർ അഞ്ജലി വേണാട് ധർണ ഉദ്ഘാടനം ചെയ്തു. മഹിളാ ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ഷൈന പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. ആളൂരിൽ പോലീസ് ജീപ്പ് പിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി ആളൂർ CPI ലോക്കൽ കമ്മിറ്റി. CPI ആളൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 5-ന് ആളൂർ സെന്ററിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. കുറ്റക്കാരായവരെ നിയമ നടപടികൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നും വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 15-നാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് ജീപ്പ് പിടിച്ച് സ്കൂട്ടർ യാത്രികനായ ജുവിൻ മരിക്കുകയും മറ്റൊരു വിദ്യാർത്ഥിയായ അനന്തുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ജോഷി കൊല്ലാട്ടിൽ, K സദാനന്ദൻ, KC ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിലെ ചില പ്രചരണങ്ങളും പ്രചരണ മുദ്രാവാക്യവും LDF-ന് ഗുണം ചെയ്തില്ലെന്ന് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു. മുന്നണി രാഷ്ട്രീയത്തിന് നിരക്കാത്ത ചില സങ്കല്പങ്ങൾ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPI ജില്ലാതല റിപ്പോർട്ടിംഗ് യോഗം സാഹിത്യ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധതയും ധാർമ്മികതയുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് VD സതീശനെന്ന് പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. അധികാരമേറ്റ് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ UDF സർക്കാർ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് കീഴടങ്ങിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് MLA, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിലെ ഘടകകക്ഷി എന്നുള്ളതിലെ സംഘടനാപരമായ ചില വീഴ്ചകൾ സംഘടനയിലെങ്കിൽ ബൂത്തിലേക്ക് വടക്കാഞ്ചേരിയിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ മേൽപ്പാലം റോഡിലായിരുന്നു അപകടം. മച്ചാട് ഭാഗത്തുനിന്നും വന്ന സ്കൂട്ടറും ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ യുവാവിനെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ 30ാം സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാട്ടർ അതോറിറ്റിയിലെ 2019 ജൂലൈ മുതൽ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശികകൾ എത്രയും വേഗം ലഭ്യമാക്കുന്നതിനും 2024 ജൂലൈ മുതൽ പുതിയ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുന്നതിനും അധികാരികൾ മുൻകൈ എടുക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P കൃഷ്ണൻകുട്ടി നായർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG രാമചന്ദ്രൻ, തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് CK സുധാകരൻ, സെക്രട്ടറി VR ലളിത കുമാരി, ട്രഷറർ CK സജി എന്നിവർ പങ്കെടുത്തു. ഇടവേള. French Dairy Pistachio Kunafa Bar. വാർത്തയിലേക്ക്. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. നിർമ്മാണ മേഖലയിലെ ഹെൽപ്പർ വിഭാഗത്തിലുള്ള അതിഥി തൊഴിലാളികളാണ് കൂലി സ്വയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്.
നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളിക്ക് 840 രൂപ കൂലിയും ഭക്ഷണവുമാണ് ലേബർ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ളത്. 900 രൂപയും ഭക്ഷണവും കരാറുകാർ നിലവിൽ നൽകുന്നുണ്ട്. എന്നാൽ 1200 രൂപയും ഭക്ഷണവും വേണമെന്നാണ് അതിഥി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ കൂലി നൽകിയാൽ കെട്ടിട നിർമ്മാണങ്ങൾ കരാറെടുത്തവർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറയുന്നു. രൂക്ഷമായ വിലക്കയറ്റമാണ് നിർമ്മാണ സാമഗ്രികൾക്ക് മുഴുവൻ. ആ സാഹചര്യത്തിൽ നമ്മളെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇവർ അതിഥി തൊഴിലാളികൾ ആഴ്ചയിൽ വില വർധനമാണ്, കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു പ്രതിസന്ധിയിലാണ് ചെറുകിട കരാറുകാർ. നമ്മൾ ലേബർ ഓഫീസർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതുപോലെ പോലീസ് മറ്റുള്ള എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഏകീകൃത കൂലി 900 രൂപ പ്ലസ് ഭക്ഷണം, അങ്ങനെ ഒരു ഏകീകൃത കൂലി. അതുപോലെ ഹെൽപ്പർക്ക് മെയ്സന് 1150 രൂപ. ആ ഒരു ലെവലിലേക്ക് ഏകീകൃത കൂലിയായിട്ടാണ് നമ്മളെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ബോർഡുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അധിക കൂലി നൽകാത്തതിനാൽ തൊഴിലെടുക്കാതെ ഇതര സംസ്ഥാനക്കാർ മടങ്ങിപ്പോവുകയാണ്. അതിനാൽ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. അതിഥി തൊഴിലാളികൾ ഓരോ ആഴ്ചയിലും അവര് കൂലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ പോലുള്ള ഒരു ചെറുകിട കോൺട്രാക്ടർമാർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ ലേബർ ഓഫീസൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന് കൂലിയുടെ കാര്യത്തിൽ ഒരു ഏകീകൃത തീരുമാനം ഉണ്ടാവേണ്ടതാണ് എന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ അവരായിട്ട് നമ്മൾ നേരിട്ട് അവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോണത്. ലേബർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എരുമപ്പെട്ടി പോലീസിലും അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ നാളെ ദുക്രാന തിരുനാൾ ആഘോഷിക്കും. 1/4 ലക്ഷത്തിലധികം പേർക്കുള്ള ഊട്ടുനേർച്ചയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പറഞ്ഞു. നാളെ രാവിലെ 6:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ദിവ്യബലികൾ ഉണ്ടായിരിക്കും. മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. വൈകിട്ട് നടക്കുന്ന റാസ കുർബാനയ്ക്ക് ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർത്തോമാശ്ലീഹായാല് കുരിശ് സ്ഥാപിച്ച് പണിതുയർത്തിയ ഈ പാലയൂർ തീർത്ഥകേന്ദ്രം ദുക്രാന ഊട്ടിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണി മുതൽ നമ്മളുടെ ഈ ഇടവകയിലുള്ള എല്ലാ സഹോദരങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഒരുക്കങ്ങളിൽ പങ്കാളികളാകുകയാണ്. ഈ ഒരുക്കങ്ങൾ നാളെ ഏകദേശം 30,000 പേർക്കാണ് നമ്മൾ ഊട്ട് നൽകുക. വർദ്ധിച്ചുവരുന്ന ലഹരി വിപണനത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ്. കാളമുറി സെന്ററിൽ നടന്ന ചടങ്ങ് KVVES ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. കയ്പമംഗലം SHO KT ബിജിത്ത് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അൻസ മോൾ, വാർഡ് മെമ്പർമാരായ സന്ധ്യ രവീന്ദ്രൻ, ഡിഷ്മി ശ്രീജിത്ത്, PC മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. KU ബിജു രക്തസാക്ഷി ദിനം കൊടുങ്ങല്ലൂരിൽ ആചരിച്ചു. സംഘാടക സമിതി ചെയർമാൻ PK ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. സമ്മേളന നഗരിയിൽ നിന്നും ബിജുവിന്റെ ബലികുടീരത്തിലേക്കുള്ള പ്രകടനത്തിൽ 100 കണക്കിന് പേർ പങ്കാളികളായി. CPM ചാത്തേടത്തുപറമ്പ് ബ്രാഞ്ചും KU ബിജു സ്മാരക ബ്രാഞ്ചും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുസ്തക വിതരണവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, പ്രസിഡന്റ് PH നിയാസ്, KK അബീദലി, TK രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പിൽ ബോസ്നിയയെ പരാജയപ്പെടുത്തി ആതിഥേയരായ USA പ്രീ ക്വാർട്ടറിൽ കടന്നു. സെനഗലിനെതിരെ അവസാന നിമിഷത്തിലെ നാടകീയ ജയത്തോടെ ബെൽജിയവും പ്രീ ക്വാർട്ടർ യോഗ്യത നേടി. നോക്കൌട്ട് പോരാട്ടത്തിൽ രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. നോക്കൌട്ട് പോരാട്ടത്തിൽ ബോസ്നിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് USA അവസാന 16-ൽ ഇടം പിടിച്ചത്. ഫോലാരിൻ ബലോഗൻ, മാലിക് ടിൽമാൻ എന്നിവരാണ് അമേരിക്കയ്ക്കായി ലക്ഷ്യം കണ്ടത്. ബലോഗൻ 64-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താവുകയും ചെയ്തു.
പ്രീ ക്വാർട്ടറിൽ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ. സെനഗലിനെതിരെ അവസാന നിമിഷം നേടിയ നാടകീയ ജയത്തോടെയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തത്. 2 ഗോളുകൾക്ക് 85-ാം മിനിറ്റ് വരെ മുന്നിൽ നിന്ന സെനഗലിനെ കളി തീരാൻ 5 മിനിറ്റ് മാത്രം ശേഷിക്കെ 2 ഗോൾ തിരിച്ചടിച്ചാണ് ബെൽജിയം സമനിലയിൽ പിടിച്ചത്. 86-89 മിനിറ്റുകളിലായിരുന്നു ബെൽജിയത്തിന്റെ മറുപടി ഗോളുകൾ. കമാറ ബെൽജിയത്തിന്റെ ടി ലെമാൻസിനെ ഫൗൾ ചെയ്തു. വാർ പരിശോധനയ്ക്ക് ശേഷം പെനാൽറ്റി വിധിച്ചു. ടി ലെമാൻസൺ തന്നെ ലക്ഷ്യത്തിലെത്തിച്ചോടെ കളിക്കളത്തിൽ സെനഗലിന്റെ കണ്ണീർ വീണു. അതേസമയം നോക്കൌട്ടിൽ നിർണായകമായ 2 മത്സരങ്ങൾ കാത്തിരിക്കുകയാണ് ആരാധകർ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 12:30 ഓസ്ട്രിയയെ നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന പോർച്ചുഗൽ ക്രൊയേഷ്യ പുതുക്കാട് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ശാഖയിൽ പണയത്തിലിരിക്കുന്ന തലോർ സ്വദേശി ചിറയത്ത് വർഗീസിന്റെ 23.5 സെന്റ് ഭൂമിയിൽ നിന്ന് 7 സെന്റിലധികം ഭൂമി കള്ള ആധാരമുണ്ടാക്കി ബ്ലേഡ് മാഫിയ കൈവശപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. 1994 വസ്തു ബാങ്കിൽ പണയം വെച്ച് 2,30,000 രൂപ വർഗീസ് വായ്പ എടുത്തിരുന്നു. എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടെ ഭൂമി ബാങ്ക് കൈവശപ്പെടുത്തി. പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 2019 ബാങ്ക് സെറ്റിൽമെന്റിന് തയ്യാറായി. 5.25 സെന്റ് ഭൂമി ബാങ്കിന് അളന്നെടുക്കാമെന്നും ബാക്കി 17.25 സെന്റ് ഭൂമി വർഗീസിന്റെ കുടുംബത്തിന് തിരിച്ചു നൽകാനുമായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ ഉത്തരവ് വന്ന് 7 വർഷമായിട്ടും ബാങ്ക് കുടുംബത്തിന് ഭൂമി തിരിച്ചു നൽകാൻ തയ്യാറായില്ലെന്നാണ് കുടുംബം പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ വർഗീസിന്റെ ഭാര്യ ഷൈനി, മകൾ കുഞ്ഞുമോൾ, കേരള അസംഘടിത വിമോചന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായ TK മുകുന്ദൻ, ജോൺസൺ പുല്ലുത്തി, KK ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. തൃശൂരിൽ ഓഗസ്റ്റ് 19 മുതൽ 22 വരെ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോകകപ്പ് പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു. പ്രവചന മത്സരം ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ സെക്രട്ടറി PV വിവേക്, പ്രസിഡന്റ് AR ഗിരീഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗമായ മായ, മേഖലാ വൈസ് പ്രസിഡന്റ് മിഥുൻ ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തോളൂർ യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ പറപ്പൂരിൽ നടന്നു. ക്ഷാമാശ്വാസ കുടിശ്ശിക നിഷേധിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PO സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് രഘുനാഥൻ, CD വിൻസൻ, CP ജോസഫ്, PA ഔസേബ്, KJ ബാബു, SR ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒല്ലൂക്കര സെന്റ് വിൻസെന്റ് പള്ളൂട്ടി സെൻട്രൽ സ്കൂളിന്റെയും മണ്ണുത്തി പോലീസിന്റെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ സൗമ്യ പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് നീണ്ടുകുന്നേൽ റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. റാലിക്ക് ശേഷം വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു. കാട്ടകാമ്പാൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കുരുമുളക് തൈകളും തെങ്ങിൻ തൈകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ ഗോപി, പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, PM അലി, മോനിഷ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 5-ന് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ അക്ഷരാംബരി എന്ന പേരിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാംസ്കാരികോത്സവം തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കവിയരങ്ങ്, പ്രാദേശിക എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രദർശനം, നൃത്ത സംഗീതാവിഷ്കാരങ്ങൾ, വിദ്യാർത്ഥികളുടെ സിനിമാറ്റിക് ഡാൻസ് മത്സരം തുടങ്ങിയവ നടക്കും. ഭാരവാഹികളായ അരുൺ ഗാന്ധി ഗ്രാമം, ജോൺ നിതിൻ തോമസ്, ഭരതൻ പൊന്തേങ്കണ്ടത്ത്, TG പ്രസന്നൻ, ജോസഫ് പള്ളിപ്പാട്ട്, MJ ടോം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ അധ്യയന വർഷാരംഭം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്ന മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ പ്രഖ്യാപനവും ബിഷപ്പ് നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനുവലിന്റെ പ്രകാശനം മോൺസിഞ്ഞോ വിൽസൺ ഇരത്തറ നിർവഹിച്ചു. സഹൃദയുടെ സാമൂഹിക സേവന പദ്ധതി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PWA വൈസ് പ്രസിഡന്റ് മനോഹരൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K
കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ മിനി വേൾഡ് കപ്പ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് സി മുഹമ്മദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. അണ്ടർ 23 ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗോൾ കീപ്പറും അൻസാർ പൂർവ്വ വിദ്യാർത്ഥിയുമായ AK കമാലുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു. കായിക വിഭാഗം മേധാവി മുഹമ്മദ് റിയാസ്, കായിക അധ്യാപകരായ ബിജിന, ഷൈബിൻ എന്നിവർ നേതൃത്വം നൽകി. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലോകാരവം ആവേശമായി. കുട്ടികളും അധ്യാപകരും PTA പ്രതിനിധികളും അടങ്ങിയ റാലിയും തുടർന്ന് ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ നാമത്തിൽ 48 വൃക്ഷത്തൈകൾ സ്കൂളിൽ നട്ടതും ആഘോഷത്തെ വ്യത്യസ്തമാക്കി. ലഹരിക്കെതിരായിട്ടുള്ള തൂഫാൻ 1 മില്യൺ ഗോളിന്റെ സന്ദേശമുയർത്തി UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളുടെയും അധ്യാപകരുടെയും സൗഹൃദ ഫുട്ബോൾ മത്സരവും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സമീന, ഹെഡ് മിസ്ട്രസ് KK ഷീന എന്നിവർ കിക്ക് ഓഫ് ചെയ്തു. ബാൻഡ് മേളത്തിന്റെ അകമ്പടി മത്സരാവേശം ഇരട്ടിപ്പിച്ചു. 1200-ലധികം കുട്ടികളാണ് രാജ്യങ്ങളുടെ ഇഷ്ട ജേഴ്സി അണിഞ്ഞ് പരിപാടിയിൽ പങ്കാളികളായത്. സ്റ്റാഫ് സെക്രട്ടറി ബിബിൻ P ജോസഫ്, കായികാധ്യാപകൻ AS മിഥുൻ, അധ്യാപകൻ സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിമ്പൂർ കൈപ്പിള്ളിയിൽ സംയോജിത കൃഷി ആരംഭിച്ചു. നടീൽ ഉത്സവം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി, ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത്, പ്രസിഡന്റ് AK ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം അരിമ്പൂർ മേഖലാ കമ്മിറ്റിയാണ് 30 സെന്റ് സ്ഥലത്ത് കൃഷി നടത്തുന്നത്. മുല്ലശ്ശേരി ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ നീർനായയുടെ സാന്നിധ്യം. കനാലുകളിലും മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലെ തോടുകളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവിയാണ് നീർനായ. മനുഷ്യരെ കണ്ടാൽ മാറിപ്പോകുന്നവയാണിവ. ഇന്ത്യൻ നിയമപ്രകാരം കടുത്ത സംരക്ഷണമുള്ള മൃഗമാണ്. നീർനായക്കളെ പിടികൂടുന്നതോ ഉപദ്രവിക്കുന്നതോ നിയമവിരുദ്ധമാണ്. സൂര്യപ്രകാശം അധികം കഠിനമല്ലാത്ത അന്തരീക്ഷം ശാന്തമായിരിക്കുന്ന സമയങ്ങളിലാണ് ഇവ ഇരപിടിക്കുക. കനാലുകളിൽ മീൻ പിടിക്കാൻ വയ്ക്കുന്ന വലകൾ കടിച്ചുകീറിയും ഇവ ഇരയെ തേടാറുണ്ട്. താന്യം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മീനാദേവി അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, കൃഷി ഓഫീസർ KR രൺദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാനിബ നൌഷിൽ, MK ശിവരാമൻ, KR പ്രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TB മായ, സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇളവള്ളി പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മുക്കോല, പഞ്ചായത്ത് സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, മറ്റു ജനപ്രതിനിധികളായ KT ലിംസൺ, VK സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അത് വിധി, പാപവും ശാപവും ഒന്നുമല്ല, ശാസ്ത്രമാണ്. CPI ജില്ലാ റിപ്പോർട്ടിംഗ് യോഗം നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന യോഗത്തിൽ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ MP CN ജയദേവൻ, മുൻ മന്ത്രിമാരായ VS സുനിൽകുമാർ, KP രാജേന്ദ്രൻ, MLA KK വത്സരാജ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊയ്യ പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ചന്ത പൂപ്പത്തി പഞ്ചായത്ത് ഓഫീസിന് സമീപം ആരംഭിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ദാസ് പദ്ധതി വിശദീകരിച്ചു. 500-ാം ലക്കത്തിലെത്തിയ കവി ഡോക്ടർ C രാവുണ്ണി തിരഞ്ഞെടുത്ത ഇഷ്ടകവിത എന്ന സൈബർ പങ്ക്തിയുടെ ആഘോഷദിനം ഞായറാഴ്ച സാഹിത്യ അക്കാദമിയിൽ നടക്കും. ഇഷ്ടകവിത @500 കേരള കവിതാപുരം
എന്ന പേരിൽ ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഇഷ്ടകവിതയിൽ വന്ന കവികൾ പങ്കെടുക്കും. യുവകവികളായ ആർ ആതിര, ഉദയ പയ്യന്നൂർ, വിദ്യാർത്ഥി കവികളായ അൽഹസീൻ, ജസ അൻവർ, ഭദ്ര ഹരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കാവ്യ ശിവ ചെയർമാൻ ജയറാം വാഴൂർ, സെക്രട്ടറി ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, സംഘാടക സമിതി ചെയർമാൻ കെ സുധാകരൻ, ട്രഷറർ ചാക്കോടി അന്തിക്കാട്, MB അജയ് ഘോഷ് എന്നിവർ പങ്കെടുത്തു. മാള കാർമൽ കോളേജും റൂറൽ പോലീസും നടത്തുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. റൂറൽ SP മുഹമ്മദ് നദീം ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ സന്ദേശവുമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ നാടകവണ്ടിയുടെ ഫ്ളാഗ് ഓഫും റൂറൽ SP നിർവഹിച്ചു. ജൂലൈ 10 വരെയുള്ള ദിവസങ്ങളിൽ നാടകവണ്ടി മേഖലയിലെ സ്കൂളുകളിൽ പര്യടനം നടത്തും. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കേഡറ്റുകളുടെ മനുഷ്യച്ചങ്ങല, കട്ടൌട്ട് അനാവരണം, വാൾ ഓഫ് ഹാൻഡ്സ്, പ്രതിജ്ഞ, തെരുവ് നാടകം, ഫ്ലാഷ് മോബ് എന്നിവ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ റിനി റാഫേൽ, SHO KV ഹരിക്കുട്ടൻ, കോളേജ് യൂണിയൻ ചെയർമാൻ ചൂഡ് ബിജു, മേരി ഫിലിപ്പ്, TP പ്രസൂൺ, ആര്യ രമേശ്, ഡോക്ടർ TJ റോബി, മെറിൻ ഫ്രാൻസിസ്, സിസ്റ്റർ സജീവ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരത്തെ മാലിന്യമുക്തവും സുന്ദരവുമാക്കുന്നതിനായി നഗരസഭ നടപ്പിലാക്കുന്ന ട്വിൻ ബിൻ സ്ഥാപിക്കൽ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KH സലാം, ലിഷ മത്രങ്കോട്ട്, KP രഞ്ജിത്ത് കുമാർ, കൌൺസിലർമാരായ ഹിബ മിഷിഹാദ്, ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി 59 കേന്ദ്രങ്ങളിലാണ് ട്വിൻ ബിന്നുകൾ സ്ഥാപിക്കുന്നത്. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു. SN പുരത്ത് നടന്ന സമ്മേളനം CITU ഏരിയ സെക്രട്ടറി EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ഷീജ ശബരിനാഥ് അധ്യക്ഷത വഹിച്ചു. SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി PS സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടന്ന ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നൌമി പ്രസാദ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ VBG റാംജി പദ്ധതിയുടെ കയ്പമംഗലം പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PD പരമേശ്വരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അൻസമോൾ, മണി ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീപ സതീഷ്, പ്രജീന ബാൻ, ഫാത്തിമ അനസ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടൻ GMLP സ്കൂളിൽ പ്രഭാത ഭക്ഷണ വിതരണ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് മെമ്പർ NK വിമല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PV ഷൈജു അധ്യക്ഷത വഹിച്ചു. വെങ്കിടൻ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ജില്ലയിൽ നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ട്. കനത്ത മഴയിൽ ആമ്പല്ലൂരിൽ വർക്ക്ഷോപ്പിന്റെ ചുമരുകൾ ഇടിഞ്ഞു വീണു.
ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിൽ കലുങ്ക് അപകടാവസ്ഥയിൽ. കലുങ്കിന്റെ അടിഭാഗം ഇടിഞ്ഞ് റോഡിൽ രൂപപ്പെട്ട വിള്ളൽ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. കുരുക്കഴിയാതെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ പാലക്കൽ ജംഗ്ഷൻ. ഗതാഗത നിയന്ത്രണങ്ങൾ മറികടന്നെത്തുന്ന വാഹനങ്ങൾ കുരുക്കുമുറുക്കുമ്പോൾ പോലീസും നിസ്സഹായരാണ്. മുൻ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന് വിട. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെ 2 പേരാണ് ഇവിടെ മരിച്ചത്. ജംഗ്ഷനിൽ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. സർക്കാർ തലത്തിലെ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം തുടർന്ന തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാർ. സമരം ഒത്തുതീർപ്പാക്കാൻ അടുത്ത ആഴ്ച വീണ്ടും ചർച്ച നടത്തും. ലോകകപ്പിൽ ബോസ്നിയയെ പരാജയപ്പെടുത്തി ആതിഥേയരായ USA പ്രീ ക്വാർട്ടറിൽ കടന്നു. സെനഗലിനെതിരെ അവസാന നിമിഷത്തിലെ നാടകീയ ജയത്തോടെ ബെൽജിയവും പ്രീ ക്വാർട്ടർ യോഗ്യത നേടി. നോക്കൌട്ട് പോരാട്ടത്തിൽ രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.